നേപ്പാളിൽ ഹിന്ദു രാജ്യത്തിനായുള്ള ആവശ്യം വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ കലാപമെല്ലാം അവിടെ അഴിഞ്ഞാടുന്നുണ്ട്. എന്താണ് നേപ്പാളിലെ യഥാർത്ഥ പ്രശ്നം? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. നേപ്പാളിൽ ഇപ്പോൾ ഹിന്ദു രാജ്യം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ചില രാജവാഴ്ച പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളും അതുപോലെ ഹിന്ദു രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ ഇതിപ്പോ നേപ്പാളിലെ രാഷ്ട്രീയ സാമൂഹിക വിഭജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭയങ്കര സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 1962 മുതൽ 2006 വരെ നേപ്പാൾ ഒരു ഹിന്ദു രാജ്യമായി ഭരണഘടനാപരമായി പ്രഖ്യാപിച്ചിരുന്നു. രാജാവ് ഹിന്ദു മതത്തിന്റെ പരമാധികാരിയായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ 2006 പീപ്പിൾസ് മൂവ്മെന്റിന് ശേഷം, അതായത് ജനാധിപത്യ വിപ്ലവത്തിന് ശേഷം രാജവാഴ്ച റദ്ദാക്കി 2008 നേപ്പാൾ ഒരു സെക്യുലർ ഫെഡറൽ റിപ്പബ്ലിക് ആയിട്ട് മാറി. എന്നാൽ 80% ജനസംഖ്യ എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദു മതമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഭൂരിപക്ഷവും ഹിന്ദു രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇനിയിപ്പോ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ആവശ്യം ശക്തമാകുന്നത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക പ്രതിഷേധം. അതായത് സെക്യുലറിസം നേപ്പാൾ എന്ന രാജ്യത്തിന്റെ സംസ്കാരവുമായിട്ട് യോജിക്കുന്നില്ല എന്ന് ഹിന്ദു രാഷ്ട്രീയ വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ അവര് വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നുമുണ്ട്, അതുപോലെ വാദിക്കുന്നുമുണ്ട്. 2015 ഭരണഘടനാ ഫെഡറൽ രീതിയിൽ മാറ്റം വരുത്തിയതോടെ ചില ഹിന്ദു ദേശീയവാദികൾക്ക് അത് ഇന്ത്യ പാശ്ചാത്യ സ്വാധീനമുണ്ടെന്ന് തോന്നുന്നൊക്കെയുണ്ട്. അതുപോലെ RPP പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഹിന്ദു രാജ്യവും രാജവാഴ്ചയും തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു. ഇന്ത്യയിൽ BJP ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തമാക്കുകയും അതേപോലെ റാം മന്ദിർ പ്രശ്നം ഉയരുകയൊക്കെ ചെയ്തതോടുകൂടി നേപ്പാളിലെ ഹിന്ദു ദേശീയവാദികൾക്ക് പ്രചോദനം കൂടുതൽ ലഭിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ എതിർപ്പുകളും അതുപോലെ ശക്തമായിരുന്നു. കാരണം ഈ നേപ്പാളിലെ മതേതരവാദികൾ, അതായത് ഈ ബുദ്ധമതം, ക്രിസ്ത്യൻ, ഇസ്ലാം, കിരാത ഗോത്രവർഗം, ഇവരെല്ലാം ഇതേപോലെ തുല്യ അവകാശം ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നു. അതുപോലെ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് പാർട്ടികളെല്ലാം എതിർപ്പുമായിട്ട് അവരും മുന്നോട്ട് വന്നിരുന്നു. പുതിയ തലമുറയിലുള്ള യുവാക്കളാണെങ്കിലോ രാജവാഴ്ചയോ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രമോ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരും എന്ത് ചെയ്തു? മുന്നോട്ട് വരികയാണ് ചെയ്തത്. RRP പോലുള്ള പാർട്ടികൾ എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ വലിയൊരു ശക്തിയൊന്നും ഇല്ലെങ്കിലും ഹിന്ദു രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ നിരന്തരം എന്ത് ചെയ്തു? പോരാടിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ ഹിന്ദു രാജ്യം വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കാനുള്ള ഒരു പ്രധാന കാരണം 2015 ഭരണഘടനാ പ്രകാരം നേപ്പാൾ ഒരു ഫെഡറൽ രാജ്യമായി മാറിയിരുന്നു. ചില പ്രദേശങ്ങളിൽ അധികാരമാറ്റം വേണമെന്നുള്ള ചർച്ച വ്യാപകമായിട്ട് ഉയർന്നിരുന്നു. അതിനിടയിൽ ചില ഗോത്ര വിഭാഗങ്ങൾ അവരുടെ അവകാശം ലഭിക്കാത്തതിന്റെ പേരിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. നേപ്പാളിലെ ഒരു പ്രധാനമന്ത്രി പോലും 5 വർഷം തികച്ചും ഭരണം പൂർത്തിയാക്കിയിട്ടില്ല. ശരിയാണ്. കാരണം അതുകൊണ്ട് തന്നെ വികസനം എന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ മന്ദഗതിയിലായിരുന്നു അവിടെ. ഇത് ജനങ്ങളിൽ അസംതൃപ്തി ഉണ്ടാക്കി. 2022 പ്രധാനമന്ത്രിയായ ഷർ ബഹാദൂർ ദേവ, അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം രാജിവെച്ചതിന് ശേഷം മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള പുഷ്പ കമൽ ദഹാൽ പ്രധാനമന്ത്രി സ്ഥാനമേറ്റു. 2024 ഈ ഒരു സർക്കാരും തകരുകയാണ് ചെയ്തത്. ഇപ്പൊ വീണ്ടും കോൺഗ്രസ് ഭരണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും അതിലും ജനം എന്ന് പറയുന്ന ഒരു വിഭാഗം ജനം സംതൃപ്തരല്ല. നേപ്പാളിൽ വലിയ തോതിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യം കൂടിയാണ്. യുവജനങ്ങൾക്ക് വലിയ തോതിൽ ജോലി ഇല്ലായ്മ ഒരു കാരണം തന്നെയാണ്. ലക്ഷക്കണക്കിന് യുവാക്കൾ അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയിലേക്കും എല്ലാം പലായനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കോവിഡ് വന്ന സമയം അതുപോലെ ഭൂകമ്പവും എല്ലാം നേപ്പാളിലെ വലിയ ദുരിതങ്ങളും സാമ്പത്തിക വളർച്ചയും എല്ലാം ബാധിച്ചു എന്ന് പറയാം. ഭരണകൂടത്തിലെ ചില അഴിമതിയും മറ്റും കാരണം ജനങ്ങൾക്ക് ജനാധിപത്യത്തിലെ വിശ്വാസം അതങ്ങ് കുറഞ്ഞു. അവിടെ ഒരു ശക്തമായ നേതാവ് ഇല്ല എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ പരാജയം എന്നാണ് അവിടെയുള്ള ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കലാപങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്ക് മുൻകൂട്ടി ഉറപ്പുമായിരുന്നു. നേപ്പാളിൽ ഇന്ത്യയുടെ സപ്പോർട്ട്സും സ്വാധീനം ഉണ്ടാകുമെന്ന് നേപ്പാൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ്? ഒരിക്കലും അവിടെ രാജഭരണം വരരുതെന്നും പകരം എന്താണ്? ജനാധിപത്യ ഭരണം വേണമെന്നുള്ളതാണ്. നേപ്പാളിന് ഇന്ത്യയുമായി നല്ലൊരു കണക്ഷൻ പണ്ട് മുതൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ രാജഭരണവുമായിട്ട് നേപ്പാൾ രാജഭരണത്തിന് ബന്ധമുണ്ട്. അതായത് ഭോപ്പാൽ, രാജസ്ഥാൻ തുടങ്ങിയ സ്റ്റേറ്റുകളിൽ നിന്നും ഈ നേപ്പാളിലെ അപ്പർ മിഡിൽ ക്ലാസ് വിഭാഗം കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ നേപ്പാളിൽ പ്രക്ഷോഭങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ UP മുഖ്യമന്ത്രി ആയിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ എല്ലാം വെച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തുന്നുണ്ട്. അതെനിക്ക് ഇതുവരെ മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. കാരണം യോഗി ഒരു സന്യാസിയാണെങ്കിലും അദ്ദേഹം ജനാധിപത്യ വിശ്വാസിയാണ്. അങ്ങേരെ എന്തിനാണ് ഇവര് പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
നേപ്പാളിൽ നിന്നും പണ്ട് മുതലേ ഒരുപാട് പേർ ഇന്ത്യയിലേക്ക് കുടിയേറി താമസമാക്കിയിരുന്നു. കാരണം ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അവിടെ വലിയൊരു പ്രശ്നമായിരുന്നു. നമ്മുടെ ഇന്ത്യക്കാൾ കൂടുതൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉള്ള ഒരു രാജ്യമാണ് നേപ്പാൾ. അങ്ങനെ ഈ ഗൂർഖ വംശജര് അവരെല്ലാം ഇന്ത്യയുടെ ഡാർജിലിംഗ്, സിലിഗുഡി, അതുപോലെ സിക്കിം പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കുടിയേറിയിരുന്നു. പിന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് അപ്പർ മിഡിൽ ക്ലാസ് കൂടുതലുള്ള ഇടമാണ് ഈ നേപ്പാൾ എന്ന് പറയുന്നത്. ജനാധിപത്യ ഭരണം വന്നപ്പോൾ താഴെക്കിടയിൽ കിടക്കുന്നവർക്ക് ജോലി കിട്ടി തുടങ്ങി. അതും വലിയ മോശമല്ലാത്ത പോസ്റ്റിലേക്കാണ് അവരെ എടുത്തത്. ഇത് ഈ പറയുന്ന അപ്പർ മിഡിൽ ക്ലാസ്സിന് അംഗീകരിക്കാൻ സാധിക്കാതെ വന്നു. ഇതുകൊണ്ടെല്ലാമാണ് അവിടെ രാജഭരണം വേണമെന്നുള്ള ആവശ്യങ്ങൾ കൂടുന്നതും അതുപോലെ ഈ പ്രക്ഷോഭത്തിനെല്ലാം കാരണമായി മാറിയതുമല്ല. ജനാധിപത്യ ഗവൺമെന്റ് താഴെക്കിടയിലുള്ള കമ്മ്യൂണിറ്റികൾക്ക് റിസർവേഷൻ കൊടുത്ത് അവരെ ഉന്നത തലത്തിലേക്ക് എത്തിച്ചപ്പോൾ ഈ സൂപ്പർ ഡൊമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഭരിച്ചിരുന്നവർക്ക് ഈ അപ്പർ മിഡിൽ ക്ലാസ്സിന് ഒട്ടും ദഹിക്കാതെ വന്നു. ഇതെല്ലാമാണ് ഇപ്പൊ വലിയ കലാപത്തിലേക്ക് വഴി തെളിയിക്കാൻ കാരണമായത്.